നമസ്കാരം. കോതമംഗലം പുന്നേക്കാടും തട്ടേക്കാടും കാട്ടുകൊമ്പിന്റെ വിളയാട്ടം. ഇന്നലെ രാത്രി 11 മുതൽ പുലർച്ചെ വരെയുള്ള സമയത്താണ് കാട്ടാന പ്രദേശങ്ങളിൽ ഭീതി വിതച്ച് പരക്കം പാഞ്ഞത്. രാത്രി 11 മണിയോടെ പുന്നേക്കാട് ജനവാസ മേഖലയിലാണ് ആദ്യം കൊമ്പനെ കാണപ്പെട്ടത്. 15 മീറ്ററോളം അകലെ വീടുകളുള്ള പ്രദേശത്താണ് കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത്. ഇതേ തുടർന്ന് ഭീതിയിലായ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടി. ഇതിനകം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമജൻ ജോസഫും സ്ഥലത്തെത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് കവലയ്ക്ക് സമീപം നിരവധി ജനങ്ങൾ വസിക്കുന്ന ഏരിയയിലാണ് ഈ ആന നിന്ന് ഇതുപോലെ തീറ്റ നിന്നത് രാത്രി. ഇപ്പോൾ ഏതാണ്ട് സമയം 11-12 മണിയായി. രാത്രി 12 മണി. ഇവിടെ ഏതാണ്ട് ഇവിടുന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വെറും 10-15 മീറ്റർ അകലെ നിരവധി വീടുകളാണ്. ഇവിടെ നിരവധി വീടുകൾ, തൊട്ടടുത്ത് വീടുകളാണ്. ഒത്തിരി ജനങ്ങളോട് കൂടിയിട്ടുണ്ട്. ഇത്രമാത്രം ജനനിബിഡമായ ഏരിയയിൽ നിന്ന് ഈ കാട്ടാന, നാടൻ ആന പോലും ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കുവാൻ സാധ്യതയില്ല. അത്രയും അടുത്ത് നിന്ന് കാട്ടാന ഇതുപോലെ തന്നെ 10-15 മീറ്റർ അകലിൽ നിന്ന് പന പൊട്ടിച്ച് തിന്നുന്ന ഒരു കാഴ്ചയാണിത്. ഭയങ്കര ഭയാനകമായ ഒരു കാഴ്ചയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം RRT ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഒരു RRT ഗ്രൂപ്പുമില്ല. ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം ഇവിടെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. 1-2 പേരുണ്ട് ഇവിടുത്തെ ഡിവിഷനിലെ ആളുകൾ, ഈ ഏരിയയിലെ ആളുകൾ മാത്രമല്ലാണ്ട് ആരുമില്ല. ഇപ്പോൾ ആനയുടെ ശല്യം അതിരൂക്ഷമാണ്. ഇത് ജനങ്ങൾക്ക് ഇവിടെ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല, യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ജനങ്ങൾ വലിയ ഭീതിയിലാണെന്നും ആനശല്യം പരിഹരിക്കാൻ വനം വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഹളം വച്ചും പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഇവിടെ നിന്നും ഓടിച്ച് കാട് കയറ്റിയ ശേഷമാണ് ജനക്കൂട്ടം പിന്മാറിയത്. പുലർച്ചെ 4 മണിയോടെയാണ് തട്ടേക്കാട് ദശമൂലം കവലയ്ക്കടുത്ത് പള്ളത്ത് സിബിയുടെ പുരയിടത്തിൽ ആന എത്തിയത്. മുറ്റത്ത് നിന്നിരുന്ന വാഴ നശിപ്പിച്ച ആന വീടിന്റെ പിന്നാമ്പുറത്ത് കൂടി നടന്ന് സമീപത്തെ ഏതാനും പുരയിടങ്ങളിലും ചുറ്റിക്കറങ്ങിയ ശേഷമാണ് കാട് കയറിയത്. ശബ്ദം കേട്ട് വാതിൽ തുറന്ന താൻ ടോർച്ച് വെളിച്ചത്തിൽ മുറ്റത്ത് കൊമ്പനെ കണ്ടെന്നും ഏറെ നേരം കഴിഞ്ഞാണ് ആന പ്രദേശത്ത് നിന്നും മാറിയതെന്നും അതുവരെ വീട്ടുകാർ വല്ലാത്ത ഭയപ്പാടിലാണ് കഴിഞ്ഞതെന്നും സിബി പറഞ്ഞു. ആഴ്ചകൾക്ക് മുൻപ് പുന്നേക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആനശല്യം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. താലൂക്കിൽ വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗശല്യം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. വനം വിട്ട് കിലോമീറ്ററുകൾ അകലെയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ പോലും കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ ജീവൻ രക്ഷാർത്ഥം തങ്ങൾ നാടുവിടേണ്ടി വരുമെന്നാണ് കരുതുന്നത് എന്നും ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാവണമെന്നും ഇക്കൂട്ടർ ആവശ്യപ്പെട്ടു. M4 മലയാളം, കോതമംഗലം.